പിരിയാൻ ഒരു നിമിഷത്തെ തോന്നൽ മതി, പക്ഷേ ഒരുമിക്കാൻ എത്രയോ ദിവസങ്ങളുടെ കൂട്ടലുകളും കുറയ്ക്കലുകളും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നൈറ്റ് ഡ്രൈവ് എന്ന കഥയോടുകൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്. ഓരോ കഥകളും വ്യത്യസ്തം. അമ്മയോടുള്ള ഒരു മകൻ്റെ സ്നേഹത്തെ ഭംഗിയായി വരച്ചു കാണിച്ചു തന്ന അമ്മച്ചുണ്ട എന്ന കഥ. ഒരാളെ ആവശ്യത്തിലധികം അവഗണിക്കുമ്പോൾ അത് ആ മനുഷ്യനിലുണ്ടാകുന്ന വേദനയ്ക്ക് ഒരിക്കലും ശമനമില്ലെന്ന് ഓർമ്മപ്പെടുത്തിയ രണ്ടാം യാത്ര. സാഹചര്യങ്ങളും ചുറ്റുമുള്ള മനുഷ്യരും കാരണം ജീവിതത്തിൻ്റെ നിറങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ, ജീവിതം കൈവിട്ട് ഊർന്നു പോകുന്നതെന്ന് നോക്കി നിന്ന ഒരു പെണ്ണിൻ്റെ കഥയായ പദ്യം. ഓരോ യാത്രയും ഓരോ നഷ്ടപ്പെടുത്തലാണ്, കാത്തിരിപ്പിൻ്റെ തുടക്കവും എന്ന് പറഞ്ഞു വച്ച, മകൻ്റെ വരവിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞു വച്ച കൂട്. ചില തീരുമാനങ്ങൾ തെറ്റെന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അന്നേരം ഉള്ളിൽ എവിടെയോ നിന്ന് ഒരു ഉൾവിളി പോലെ നമ്മളോടൊരാൾ സംസാരിക്കും, വേണ്ടയെന്ന് ഓർമ്മപ്പെടുത്തും. ആ തിരിച്ചറിവിലൂടെ മാത്രമേ അവനവനോട് തന്നെ സത്യം പുലർത്താനാവൂ എന്ന് പറഞ്ഞ കന്യാകുമാരി എന്ന കഥ. അങ്ങനെ പല മനുഷ്യരിലൂടെ, ജീവിതങ്ങളിലൂടെ കഥ കടന്നു പോകുന്നു. കഥാപാത്രങ്ങളിൽ പലരും ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവരാണ്. അടുക്കാൻ പല കാരണങ്ങൾ വേണം. അടുപ്പം നിലനിർത്താൻ ബോധപൂർണമായ ശ്രമങ്ങളും വേണം. പക്ഷേ അകലാൻ ഒരൊറ്റ കാരണം മതി. അകലത്തിൽ നിന്ന് അടുപ്പത്തിലേക്ക് നടന്നെടുക്കാൻ പലരും ശ്രമിക്കാറുമില്ല. അങ്ങനെ അടുക്കാൻ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ അകലം അവസാനമില്ലാതെ തുടരുകയുള്ളൂ. ഒരാളെങ്കിലും അടുക്കാൻ ശ്രമം നടത്തണം. അപ്പോൾ മാത്രമേ അകലം ഇല്ലാതെയാവുകയുള്ളൂ. പക്ഷേ ആരെന്ന തർക്കം എല്ലാ അകലങ്ങളിലും തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മച്ചുണ്ടയിലെ ഓരോ കഥകളും വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളുമായി പരിചയം തോന്നും. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഓർക്കും. ജീവിക്കാൻ മറന്നുപോയ നേരങ്ങളെ ഓർമ്മപ്പെടുത്തും.